ഹായ് ഫ്രണ്ട്സ്, വോയേജ് എയർ കണ്ടീഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ എ സിയാണ്. ഏതോ ടെക്നീഷ്യന്മാർ വന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയതാണ്. പക്ഷേ ഇത് വാട്ടർ ലീക്കേജ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം, എന്താണോ കാര്യം എന്നറിയാമല്ലോ. വാട്ടർ ലീക്കേജിൻ്റെ മഴ പെയ്യുന്ന പോലെ നല്ല രസമുണ്ട്, തണുപ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഐസ് പിടിച്ചൊന്നുമല്ല, നമുക്ക് മനസ്സിലാവും. ഇവിടെ മൊത്തം വെള്ളം വീണിട്ടുണ്ട്. ആ ഫിറ്റ് ചെയ്ത് പോയ ടെക്നീഷ്യന്മാരെ പിന്നെ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ വന്ന് നോക്കുന്നത്. ഞങ്ങളിവിടുത്തെ ടെക്നീസി ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇൻസ്പെക്ടർ അല്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് നോക്കുവാണ്. ഓക്കെ, നോക്കാം. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നത് സൈറ്റിൽ നടക്കുന്ന ലൈവ് വോയിസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന്. ഇനി നമുക്ക് പവർ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. LG 210 AC എന്ന് പറയാൻ അവർ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെ എ സിയുടെ ഫ്രണ്ട് പാനൽ കവറെല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ട്രേക്കകത്തോട്ട് നോക്കുവാണ് അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം അവിടെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ കണ്ടില്ലേ, അവിടെ വെള്ളം കിടപ്പ്. അതായത് നമ്മുടെ ഡ്രെയിനേജ് വഴി വെള്ളം പുറത്ത് പോകുന്നില്ല, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതങ്ങനെ പുറത്ത് പോകാത്ത എന്തെങ്കിലും ബ്ലോക്കേജോ, അതല്ലെന്ന് ബ്ലോക്കേജിന് സാധ്യത കുറവാണ്. പുതിയ എ സി അല്ലേ, അവർ പൈപ്പ് കണക്ട് ചെയ്തേക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളവർ പൈപ്പ് ഇട്ടേക്കുന്നതൊക്കെ നോക്കുവാണ്. അപ്പം നോക്കുമ്പോൾ തന്നെ അത് അവർ യു പോലെ വളച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ ഇൻസ്റ്റലേഷൻ്റെ പ്രശ്നമാണ്. ഈ പ്ലേറ്റ് ഫിക്സ് ചെയ്ത എ സി ലെവലല്ലെങ്കിലും അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇത് നോക്കിയപ്പോൾ എ സി ലെവലാണ്. എ സി ലെവല് കുറവൊന്നും കാണുന്നൊന്നുമില്ല, കറക്റ്റ് സ്പിരിറ്റ് ലെവൽ തന്നെയാണ്. അപ്പോൾ ഡ്രെയിനേജ് ഇട്ടേക്കുന്നതാണ് തെറ്റ്. കണ്ടോ, നമ്മുടെ ആ പൈപ്പ് കണ്ടില്ലേ, ആ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഇൻഡോറിൻ്റെ പൈപ്പ്, ആ പൈപ്പിൻ്റെ മുകളിൽ കൂടാണ്, മുകൾ വശത്തുകൂടിയാണ് ഇവർ ഡ്രെയിനേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളം പോകില്ല. കാരണം ഇതിനകത്ത് പമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ആ ഒരു സ്ലോപ്പ് വരുന്ന ഒരു ഫ്ലോയിൽ അങ്ങ് ഒഴുകിപ്പോത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടെക്നീഷ്യനോട് പറഞ്ഞാൽ നിങ്ങൾ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അഴിച്ചു. ആ പൈപ്പ് ഊരിയെടുക്കുമ്പോൾ വെള്ളം പോകുന്നുണ്ട്. എന്നിട്ട് ആ പൈപ്പിൻ്റെ, നമ്മുടെ കോപ്പർ പൈപ്പിൻ്റെ അടിയിൽ കൂടി തന്നെ ഈ ഡ്രെയിനേജ്, ആ ഭിത്തിക്കകത്ത് ഇലക്ട്രീഷ്യന്മാർ അവർ നേരത്തെ തന്നെ ഈ വയർ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഡ്രെയിനേജ് പൈപ്പും കൂടെ ഭിത്തിക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഈ പൈപ്പ് പതുക്കെ ഇറക്കി വെക്കുന്ന ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം ഇതായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റലേഷനിൽ സംഭവിക്കുന്ന ലീക്കേജിൽ 2-3 കാര്യം കൊണ്ടൊക്കെ സംഭവിക്കും കേട്ടോ. പ്ലേറ്റ് ലെവലല്ല, ബ്രാക്കറ്റ് ലെവലായിട്ട് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാം. സ്ലോപ്പ് അത് കറക്റ്റ് അല്ലെങ്കിൽ സംഭവിക്കാം. പിന്നെ ഇതേക്കൂട്ട് ബ്ലോക്കേജ് കൊണ്ട് സംഭവിക്കാം. സിമെൻറ്റ് വല്ലതും കയറിയിട്ട് സംഭവിക്കാം. പിന്നെ ഈ പൈപ്പ് ശരിയല്ലെങ്കിൽ സംഭവിക്കാം. ഉണ്ട്, ഇപ്പം ഞാൻ ഈ വരച്ച് കാണിക്കുന്നുണ്ടോ, ഇതുവഴിയാണ് അവർ ഡ്രെയിനേജ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നേരെ ഭിത്തിക്കകത്തൂടെ വന്ന് ടൈലിൻ്റെ അടിയിൽ കൂടെ നേരെ ബാത്റൂമിൽ ഫ്ലോർ ട്രാപ്പിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. നമ്മളത് പെട്ടെന്ന് തന്നെ പ്രശ്നം കണ്ടു, ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 ബോട്ടിൽ വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓക്കെ ആയോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവൻ ആ വെള്ളം എടുക്കാനായിട്ട് പോയി. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും കെട്ടിക്കിടപ്പുണ്ടോ പോകുന്നുണ്ട്. അല്ല, ആ പൈപ്പിൻ്റെ അടിയിൽ കൂടെ വേണം ഡ്രെയിനേജിൻ്റെ ഓസ് പോകാൻ. അവിടെ നേരത്തെ ഇട്ട മുകളിൽ കൂടായിരുന്നു. ഏതോ ടെക്നീഷ്യന്മാരാണ്, ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് സംഭവിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നല്ല രീതിയിലല്ലേ വെള്ളം റൂമിലേക്ക് വീണത്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ കവറെല്ലാം ഫിക്സ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പം അടുത്തിടെ ഞാൻ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും കുറേയൊക്കെ എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ലൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും മറക്കരുത്. കമൻറ്റും കൂടെ ചെയ്തു, കുഴപ്പമില്ല. ചീത്ത വിളിച്ചാണെങ്കിലും കമൻറ്റ് ചെയ്തോന്നേ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമുക്കൊരു പ്രചോദനമല്ലേ, നല്ല കമൻ്റ് ആണെങ്കിലും ബാഡ് കമൻ്റ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു. അപ്പോൾ കാണുന്നുണ്ടെന്ന് പോലും നമുക്കൊരു തെളിവാകുമല്ലോ. അപ്പോൾ വീണ്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അങ്ങനെ വെള്ളം അത്യാവശ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അതേപോലെ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ടെന്നാണ് അവനോട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രശ്നമൊന്നുമില്ല, അത് സക്സസ് ആയി, ഓക്കെയാണ്. ഇനി നമുക്ക് പാനലൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ ലൈവ് ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് സൈറ്റിൽ കുറേ സൗണ്ട് കാരണമേ ക്ലിയർ അല്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്തതാണ്. അവൻ പറഞ്ഞു ഓക്കെ പെർഫെക്റ്റ്, ഒരു പ്രശ്നമില്ല, ആ ബോട്ടിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണേ, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും കൂടെ ചെയ്തേക്കണേ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളൊക്കെ ഉടനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരെ ആരെങ്കിലും വീഡിയോ കാണാനായിട്ടുണ്ടെങ്കിൽ അതും കയറി ഒന്ന് കണ്ടുതരാം കേട്ടോ എല്ലാവരും. ഓക്കെ, ഇനി നേരെ ഈ കവർ എടുത്ത് കൊടുക്കുന്നു, ആ പാനലും കൂടി ഇട്ട് ആ സ്ക്രൂ എല്ലാം അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഇപ്പം നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് ഊരിയ ഭാഗം വീണ്ടും ലോക്ക് ചെയ്യുന്നതാണ്. അത് ലോക്ക് ചെയ്താൽ കറക്റ്റായിട്ടൊക്കെ ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ആ ലോക്കൊക്കെ ചെറിയ അളുങ്ക് പോലെ ചെറിയ പീസുകളാണ്, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണേ. അപ്പോൾ ഇതിനകത്തും ചെറിയ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ടെക്നീഷ്യൻ ആകുമ്പോൾ കുഴപ്പമില്ല, ടെക്നീഷ്യൻ അതൊക്കെ നോക്കി ചെയ്യും. ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ഈ കവർ പോലും അഴിപ്പിക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല, അത്യാവശ്യം പ്രശ്നം പിടിച്ചൊരു കാര്യമായത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് കണ്ടത് നമ്മൾ ഡെക്റ്റിൻ്റെ വർക്ക് ഓണാക്കാൻ പോയിട്ട് വന്ന ടെക്നീഷ്യന്മാരൊക്കെ ഇതെന്താ ഈ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു വന്നു. അവർ കണ്ടില്ല കസ്റ്റമർ നമ്മളോട് പറഞ്ഞതേ. ടെക്നീഷ്യന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന വർക്ക് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. അത് 1-2 വട്ടം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഇതിപ്പോൾ AC ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയായിരുന്നെങ്കിൽ, ട്രേക്കകത്തോട്ട് കുറച്ച് ഒഴിച്ചാൽ മതി, കൂളിംഗ് കോയിലും ട്രെയിലും കൂടെ ഒഴിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. കാരണം ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു ഗുഡ് സൈന്, നല്ലൊരു ടെക്നീഷ്യൻ എന്നൊക്കെ പറയാനല്ലേ പ്രയാസമായിട്ട് വരുന്നത്. ഇത് അവർക്ക് പണി അറിയില്ല, വർക്ക് അറിയില്ല എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം അവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന കൊള്ളാം, കറക്റ്റ് ആ റൂമിൻ്റെ സെൻറ്റർ തന്നെയാണ് AC ഒക്കെ ഇരിക്കുന്നത്. അതൊക്കെ അവർ നോക്കി കറക്റ്റായിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം അവരുടെ ആ ടോട്ടൽ വർക്കും ഫെയിലായി. ഇപ്പം മുകളിൽ ഔട്ട്ഡോർ പൈപ്പ് ഒക്കെ അവർ ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഞാൻ കയറി നോക്കി, നല്ല നീറ്റായിട്ടാണ്. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.